പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഷ്രിംപ് റോസ്റ്റിംഗ് റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇവിടെ ഞാൻ 350 ഗ്രാംസ് ഡീവെയിൻഡ് ഷ്രിംപാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡീവെയിൻഡ് അല്ലെങ്കിൽ നമ്മളതിൻ്റെ മുതുക് ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തുനിന്ന് വെയിന് എടുത്ത് കളയണം. അല്ലെങ്കിൽ ഈ ഭാഗത്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ആ കറുത്ത വെയിൻ എടുത്ത് കളയണം. അല്ലെങ്കിൽ അത് ഫ്ലേവർ, ഒരു അഴുക്ക് ഫ്ലേവർ തരും. അതുപോലെ തലയും കളയുന്നതിനുള്ള കാരണം അതാണ്. നമുക്ക് ഒരു ഫ്ലേവർ ചേഞ്ച് ചെയ്യാൻ, ഷ്രിമ്പിൻ്റെ റിയൽ ഫ്ലേവർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് രണ്ടും എടുത്ത് കളയുന്നത്. പിന്നെ ഞാനിവിടെ ടെയിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഷെല്ല് മാറ്റുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചുരുണ്ട് പോകത്തില്ല. രണ്ടാമത്, ഒരു നല്ല ഫ്ലേവറും കിട്ടും. ഷെല്ലിനകത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ. അതായത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു പേപ്പർ ടവൽ വെച്ച് അതിനെ ഒന്ന് പാട്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിനകത്തുള്ള എക്സ്ട്രാ വെള്ളമെല്ലാം ഇങ്ങനെ ഒന്ന് ഒപ്പിങ്ങെടുക്കാം നമുക്ക്. ഇനി ഈ ഷ്രിംപ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം വേണ്ട, നമ്മൾ ആ മസാലയ്ക്കകത്തും ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയും മതി. ഇത് നമുക്ക് നല്ലതായിട്ട് ഒരു ജെൻ്റ്ലി, ഒത്തിരി അമക്കി ചെയ്ത് ഒരു ജെൻ്റ്ലി ആയിട്ട് ഈവനായിട്ട് എല്ലായിടത്തും ഒന്ന് മാരിനേറ്റ് ചെയ്യാം. എല്ലായിടത്തും ഒന്ന് പുരട്ടാം. നമ്മളിത് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല, ഇപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാം. എല്ലായിടത്തും ഒന്ന് പുരട്ടാം. നമ്മൾ ഈ ലെമൺ ജ്യൂസൊക്കെ ചേർക്കുവാണെങ്കിൽ ഒരു 20 മിനിറ്റ്സൊക്കെ വെക്കണം. ഇത് നമുക്ക് ഇപ്പം തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പാൻ അടുപ്പയിലോട്ട് വെച്ചു. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ, പാൻ ചൂടായപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷ്രിംപ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഷ്രിംപ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. ഒന്ന്, ഒരിക്കലും ഷ്രിംപ് മൈക്രോവേവ് ചെയ്യരുത്. അതുപോലെ ചെയ്യാനായിട്ട് ചൂടുവെള്ളത്തിലിടരുത്. നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് നമ്മൾ ഫ്രീസറിനകത്തിരിക്കുന്നതാണെങ്കിൽ ഓവർനൈറ്റ് ഒരു കൊളാൻഡറിനകത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് അത് കഴുകി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ പാക്കറ്റോടെ തണുത്ത വെള്ളത്തിനകത്തിട്ട് അതിൻ്റെ തണുപ്പ് കളയുകയേ ചെയ്യാവും. അതുപോലെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും അതിൻ്റെ ഫ്ലേവറിന് മാറ്റം വരും. ഇവിടെ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, കണ്ടോ, പിങ്ക് കളറായി. ഇനി നമുക്ക് ഓരോന്നായിട്ടിത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച എണ്ണ വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണേലും ഉപയോഗിക്കാം. പക്ഷേ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. അത് കോക്കനട്ട് ഓയിലിനൊരു സ്ട്രോങ് സ്മെല്ലുണ്ടല്ലോ, അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. വെജിറ്റബിൾ ഓയിലോ അല്ല ഏത് ടൈപ്പ് ഓയിലോ, നമ്മുടെ ഒലിവ് ഓയിലോ എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് പല വിധത്തിൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് സിമ്പിൾ എന്നാൽ ടേസ്റ്റിയുമാണ്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടോ അല്ലെങ്കിൽ ആപ്പിറ്റൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റായത്. 1 മിനിറ്റ് ചെയ്തെടുക്കത്തുള്ളൂ. മറ്റേ സൈഡ് ഇപ്പോൾ പിങ്ക് ആയിട്ടുണ്ട്, ഒരു സീ പോലാകുന്നത്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇത് കുക്കായോ എന്നുള്ളത്. ഇപ്പോൾ സീ പോലായിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ കൊഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ആപ്പിറ്റൈസറായിട്ടൊക്കെ കഴിക്കാൻ ഇത്രയും ചെയ്താൽ മതി. അപ്പം മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ വേണം, 1/2 ടീസ്പൂൺ ടർമറിക് വേണം, ഒരു 10 പെപ്പർകോൺ വേണം, 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ
അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി അല്ലിയ, പിന്നെ ഒരു ടൊമാറ്റോ, ചെറിയൊരു ടൊമാറ്റോയുടെ പകുതി വേണം, പിന്നെ ഒരു ഉള്ളിയുടെ സവോളയുടെ പകുതി, ഒരു നീളമുള്ള പച്ചമുളക്, ഒരു പിടി കറിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് അരയ്ക്കാൻ പോവാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റായിട്ട്, ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ പാൻ തന്നെ ഉപയോഗിക്കുന്നത്. ആ എണ്ണ ലെഫ്റ്റ് ഓവർ എണ്ണയ്ക്കകത്താണ് നമ്മളത് വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ആ കൊഞ്ചിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്തുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ അതിനകത്ത് 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇപ്പം ആവശ്യത്തിന് എണ്ണയുണ്ട്. ഈ പോട്ട് കൊള്ളാമോ? എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണ്ടേ. റോൺ ആൻഡ് രശ്മി, താങ്ക് യു സോ മച്ച്. നല്ലൊരു പോട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഈ പാനിനകത്ത് തന്നെ ആ മസാല ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാം. ഇതൊരു ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റണം. തെറിക്കുന്നല്ലോ. ഞാനിതിൻ്റെ അടുപ്പെടുത്ത് വെക്കാം. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കൊഞ്ച് റോസ്റ്റായത്. കൊഞ്ചിനധികം വേവില്ലെന്ന് എല്ലാവർക്കും അറിയാം, ഞാനത് പറയേണ്ട കാര്യമില്ല. അധികം വേവില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് കൊഞ്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. കൂടുതലത് വെന്ത് പോയാൽ റബ്ബറി ആകും. അപ്പം നമുക്ക് ഈ മസാലയൊന്ന് റെഡി ആയാൽ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഇത് ഒരു ബ്രൗൺ കളറായി. അതിനകത്ത് നമുക്ക് എണ്ണ കാണാം. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊഞ്ചൊന്ന് ചെറുതായിട്ടായി വരുമ്പം നമുക്കൊരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി വെന്തതാണ്. നമുക്കത് ആ മസാല എല്ലായിടത്തും കൊഞ്ചിലൊന്ന് പിടിക്കണം, അത്രേ ഉള്ളൂ. എനിക്കൊരു ഫോൺ വന്നതുകൊണ്ടാണ് കറിവേപ്പില ഇട്ട ഭാഗം റെക്കോർഡായില്ല. ഒരു പിടി കറിവേപ്പിലയും കൊണ്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ കൊഞ്ചായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, ചില്ലി പൗഡറും ഗ്രീൻ ചില്ലിയും പെപ്പർകോണും എല്ലാം കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിന് എരിയുണ്ട്. നിങ്ങളുടെ എരിവിൻ്റെ അളവനുസരിച്ച് അത് നിങ്ങൾ കറക്റ്റ് ചെയ്തോണം. അപ്പം കണ്ടോ, നല്ല യമ്മി ആയിട്ടുള്ള ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റാണ്. ഞാനിത് ഇച്ചിരി ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഞാനിച്ചിരി ചോറ് എടുക്കട്ടെ. ഇച്ചിരി സാലഡും കൂടെ വെച്ച് ഒരു പിടി പിടിക്കട്ടെ. കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിരിക്കുന്നു കേട്ടോ. നന്നായിട്ടിരിക്കുന്നു. നിങ്ങളപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്. വളരെ ടേസ്റ്റി ആയിരിക്കുന്നു.